ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് നോക്കാം. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ ഫേംസ് ഒബ്ജക്റ്റീവ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഈസ് ടു മിനിമൈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ സ്പീഡിംഗ് അപ്പ് ദ കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം സെയിൽസ്, increasing inventory turnover, and slowing down the payments. We can incorporate all these factors in a single measure called cash conversion cycle. It is the time period between making payment and receiving payment. അതായത് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിനെ സംബന്ധിച്ചും ഫേമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു മിനിമൈസ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ് കൂടുന്തോറും ഫേമിനെ സംബന്ധിച്ചിടത്തോളം ലോസിലേക്ക് വരാനുള്ള സാധ്യത. അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ അളവ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവിനെ മിനിമൈസ് ചെയ്യലാണ് ഏതൊരു ഫേമിൻ്റെയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവിനെ മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേം ക്യാൻ മിനിമൈസ് ദിസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ അച്ചീവ്മെൻറ്റ് ബൈ സ്പീഡിംഗ് അപ്പ് ദ കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം സെയിൽസ്. സെയിൽസ് നടപ്പിലാക്കുമ്പോൾ ആ സെയിൽസിൽ നിന്നുള്ള കളക്ഷൻ ഓഫ് ക്യാഷിനെ സ്പീഡപ്പ് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ സെയിൽസ് ക്യാഷാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുക. ഇൻക്രീസിങ് ദ ഇൻവെൻ്ററി ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുക, അതായത് സ്റ്റോക്കിൻ്റെ മുകളിലുള്ള ടേൺ ഓവർ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുക. ആൻഡ് സ്ലോവിങ് ഡൗൺ ദ പേയ്മെൻറ്റുകൾ പെട്ടെന്ന് കൊടുക്കുന്നതിന് പകരം പേയ്മെൻറ്റുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ എന്നുള്ളത് സ്ലോവിങ് ഡൗൺ ചെയ്യുക. ഈ 3 രീതിയിൽ കൂടെയാണ് ഫേമിനെ സംബന്ധിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഏതൊരു ഫേമിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റികളുടെ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുക. ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വരുമ്പോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് മാറും. ഈ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വർക്കിംഗ് ക്യാപിറ്റലിനെ മിനിമൈസ് ചെയ്യലാണ് ഫേമിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ മിനിമൈസ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന 3 മാർഗ്ഗങ്ങളാണ്. ഒന്ന്, സ്പീഡിംഗ് അപ്പ് ദ കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം സെയിൽസിൽ നിന്നുള്ള കളക്ഷൻ ഓഫ് ക്യാഷിനെ സ്പീഡപ്പ് ചെയ്യുക. അതായത് ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ ആ ക്രെഡിറ്റ് സെയിൽസിൽ നിന്നുണ്ടാകുന്ന പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാനുള്ള ഒരു പോസിബിലിറ്റി നടപ്പാക്കും. ദീർഘകാലത്തേക്ക് കോൺട്രാക്റ്റ് നീണ്ടുപോകുന്നതിന് പകരം പെട്ടെന്ന് തന്നെ അത് ക്യാഷായി മാറ്റാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ സ്പീഡിംഗ് അപ്പ് ദ കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം സെയിൽസ്. ആൻഡ് ദെൻ ഇൻക്രീസിങ് ദ ഇൻവെൻ്ററി ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുക. ആൻഡ് സ്ലോവിങ് ഡൗൺ ദ പേയ്മെൻറ്റ്, പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റുകൾ നടപ്പിലാക്കുന്നതിന് പകരം പേയ്മെൻറ്റിൻ്റെ അളവ് സ്ലോവിങ് ഡൗൺ ചെയ്യാം. ഈ രീതിയിൽ കൂടെ വർക്കിംഗ് ക്യാപിറ്റലിനെ മിനിമൈസ് ചെയ്യാം. വി ക്യാൻ ഇൻകോർപ്പറേറ്റ് ആൾ ദീസ് ഫാക്ടേഴ്സ് ഇൻ എ സിംഗിൾ മെഷർ കാൾഡ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. ഈ മാറ്ററുകളെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സിംഗിൾ മെഷറാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ മേക്കിംഗ് പേയ്മെൻറ്റ് ആൻഡ് റിസീവിംഗ് പേയ്മെൻറ്റ്. അതായത് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നതും പേയ്മെൻറ്റ് നൽകുന്നതും തമ്മിൻ്റെ ഇടയിലുള്ള ഒരു ടൈം പീരിയഡിനെയാണ് നമ്മൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ മേക്കിംഗ് പേയ്മെൻറ്റ് മേക്ക് ചെയ്യുന്നതും പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ടൈം പീരിയഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ മേക്കിംഗ് പേയ്മെൻറ്റ്, നൽകാനുള്ള തുക കൊടുത്തു തീർക്കുകയും അതുപോലെ തന്നെ കൊടുക്കാനുള്ള തുക കൊടുത്തു തീർക്കുകയും അതുപോലെ തന്നെ ലഭിക്കാനുള്ള തുക നേടിയെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള കാലാവധി അല്ലെങ്കിൽ അതിൻ്റെ പീരീഡിനെയാണ് നമ്മൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ മേക്കിംഗ് പേയ്മെൻറ്റ് ആൻഡ് റിസീവിംഗ് ദ പേയ്മെൻറ്റ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ മെഷേഴ്സ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് ക്യാഷ് ഈസ് ടൈഡ് അപ്പ് ഇൻ അസറ്റ്സ്. ഒരു ക്യാഷ് അസറ്റ്സാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുകയാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾസിൽ സൂചിപ്പിക്കുന്നത്. എത്ര പെട്ടെന്ന് അത് അസറ്റ്സാക്കി മാറ്റിയെടുക്കാൻ കഴിയും, ക്യാഷ് കൈവശം എത്തിച്ചേരാനുള്ള എത്രമാത്രം അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യത ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യലാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇറ്റ് മെഷേഴ്സ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് ക്യാഷ് ഈസ് ടൈഡ് അപ്പ് ഇൻ അസറ്റ്സ്. ക്യാഷ് അസറ്റ്സായിട്ട് ടൈഡ് അപ്പ് ചെയ്ത നമ്പർ ഓഫ് ഡേയ്സ് ആണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ മെഷർ ചെയ്യുന്നത്. It simply refers to the time between cash disbursement and cash collection. ക്യാഷിൻ്റെ റിസീവബിൾസും ക്യാഷിൻ്റെ പേയ്മെൻറ്റും തമ്മിലുള്ള ടൈം അല്ലെങ്കിൽ ക്യാഷ് ഡിസ്ബേഴ്സ് ചെയ്യുന്നതും ക്യാഷ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ടൈം പീരീഡിനെയാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ദ ടൈം ബിറ്റ്വീൻ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്, അതായത് അടയ്ക്കാനുള്ള തുക അടച്ചു തീർക്കുന്ന ആ ഒരു ടൈമും അതുപോലെ തന്നെ നേടാനുള്ള തുക നേടിയെടുക്കാൻ വേണ്ടി വരുന്ന സമയപരിധിയും അതിൻ്റെ ഇടയിലുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് ആൻഡ് ക്യാഷ് കളക്ഷൻ. ക്യാഷിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെയും ക്യാഷ് കളക്ഷനും ഇടയിലുള്ള ടൈം പീരിയഡാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഇസ് ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് ആൻഡ് ക്യാഷ് കളക്ഷൻ. It is the process by which
cash used to purchase materials from which are produced goods which are sold and cash is realized. Cash conversion cycle is the process by which cash used to purchase materials പർച്ചേസ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ഉപയോഗിക്കുകയും ആൻഡ് ഫ്രം വിച്ച് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്, അതിൽ നിന്നും നമ്മൾ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് വിച്ച് ആർ സോൾഡ് ആൻഡ് ക്യാഷ് ഈസ് റിയലൈസ്ഡ്. ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വിറ്റിട്ട് അതിൽ നിന്നും ക്യാഷ് റിയലൈസ് ചെയ്യുന്നതിനുള്ള ടൈം പീരീഡും തമ്മിലുള്ള ഒരു പ്രോസസ്സാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ക്യാഷ് യൂസ്ഡ് ടു പർച്ചേസ് മെറ്റീരിയൽസ്. നിലവിലുള്ള ക്യാഷ് ഉപയോഗിച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സുകളുടെ നിർമ്മാണവും ആ ഫിനിഷ്ഡ് ഗുഡ്സ് മാർക്കറ്റിൽ സോൾഡ് ചെയ്തതിന് ശേഷം നേടിയെടുക്കുന്ന ക്യാഷ് റിയലൈസ് ചെയ്യുന്ന ക്യാഷിൻ്റെയും ഇടയിലുള്ള പ്രോസസ്സിനെയാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്യാഷ് സൈക്കിളിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെൻ്ററി ക്യാഷ് പീരീഡ് അല്ലെങ്കിൽ ഇൻവെൻ്ററി കൺവേർഷൻ പീരീഡ് പ്ലസ് റിസീവബിൾസ് കളക്ഷൻ പീരീഡ് മൈനസ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ അല്ലെങ്കിൽ ക്യാഷ് സൈക്കിൾ കിട്ടും. അതായത് ഇൻവെൻ്ററിയെ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പീരീഡ് ഇൻവെൻ്ററി കൺവേർഷൻ പീരീഡിൻ്റെ കൂടെ റിസീവബിൾസ് കളക്ട് ചെയ്യുന്ന പീരീഡ് അതിൽ നിന്നും ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് സൈക്കിൾ എന്നത് കിട്ടും. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ടേമാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ ഫേംസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ബിഗിൻസ് വിത്ത് ദ പർച്ചേസ് ഓഫ് ഇൻവെൻ്ററി. ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നത് ബിഗിൻ ചെയ്യുന്നത് ഇൻവെൻ്ററി പർച്ചേസ് ചെയ്യുന്ന മുതൽക്കാണ്. അതായത് സ്റ്റോക്ക് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന മുതൽക്കാണ്. ദ ഇൻവെൻ്ററി ഈസ് ടേൺഡ് ഇൻ ടു പ്രൊഡക്റ്റ്. ഈ ഇൻവെൻ്ററിയെ നമ്മൾ പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നു. ദെൻ ദ പ്രൊഡക്ട്സ് ആർ സോൾഡ്. ഈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വിൽക്കുന്നു. സോ ദ സെയിൽ റിസൾട്ട്സ് ഇൻ എ റിസീവബിൾ ദാറ്റ് ബിക്കംസ് ക്യാഷ് വെൻ കളക്റ്റഡ്. അതായത് ഒരു റിസീവബിൾസിന് നടപ്പിലാക്കുന്ന സമയത്ത് ആ റിസീവബിൾസിന് കിട്ടുന്ന സെയിൽസ് നടപ്പിലാക്കുന്ന സമയത്ത് കിട്ടുന്ന റിസീവബിൾസ് ആയിട്ടാണ് ക്യാഷ് മാറുന്നത്. സോ ദ സെയിൽ റിസൾട്ട്സ് ഇൻ റിസീവബിൾ. ഒരു സെയിൽ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിസീപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻകം നേടിയെടുക്കാൻ കഴിയുന്നു. ദാറ്റ് ബിക്കംസ് ക്യാഷ് വെൻ കളക്റ്റഡ്. കളക്ട് ചെയ്യുന്ന സമയത്ത് അത് ക്യാഷായിട്ട് മാറുന്നു. ഇഫ് ദ സെയിൽ റിസൾട്ട്സ് ഇൻ എ റിസീവബിൾ. സെയിൽ എന്നത് റിസീവബിൾ ആയിട്ട് മാറുന്നു. വിൽപ്പന നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം റിസീവബിൾസ് ഉണ്ടാകുന്നു. ഈ റിസീവബിൾസ് ആണ് ക്യാഷായിട്ട് മാറുന്നത്. സോ ദ ക്യാഷ് ഈസ് യൂസ്ഡ് ടു പർച്ചേസ് മോർ ഇൻവെൻ്ററീസ്. ഈ ക്യാഷ് തന്നെ വീണ്ടും ഇൻവെൻ്ററികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ദ സൈക്കിൾ സ്റ്റാർട്ട്സ് എഗെയിൻ. ദ ടേം ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് നിലവിലുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയും ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് നിർമ്മാണം നടപ്പിലാക്കുകയും ഈ ഫിനിഷ്ഡ് ഗുഡ്സ് മാർക്കറ്റിൽ സോൾഡ് ചെയ്യുന്ന സമയത്ത് ആ സോൾഡ് ചെയ്തിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മുകളിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന റിസീവബിൾസ്, ആ റിസീവബിൾസിനെ റിയലൈസ്ഡ് ക്യാഷാക്കി കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാനോ വേണ്ടി വരുന്ന ടൈം പീരിയഡാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ദ ക്യാഷ് ഈസ് യൂസ്ഡ് ടു പർച്ചേസ് മോർ ഇൻവെൻ്ററീസ്. ഈ ക്യാഷ് തന്നെ ഈ കളക്ട് ചെയ്ത ക്യാഷ് തന്നെ വീണ്ടും ഇൻവെൻ്ററികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. സോ ദിസ് സൈക്കിൾ സ്റ്റാർട്ട്സ് എഗെയിൻ. വീണ്ടും ഈ സൈക്കിൾ തുടർന്നുകൊണ്ടേ പോകും. ദ ടേം ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെഫേഴ്സ് ടു ബോത്ത് ദ സീക്വൻസസ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ദ ടൈം റിക്വയർഡ് ടു ഓപ്പറേറ്റ് ഇറ്റ് വൺസ്. അതായത് എത്ര ഇവൻറ്റ്സുകൾ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്രയും ഇവൻറ്റുകളും അതുപോലെ തന്നെ ആൻഡ് ദ ടൈം റിക്വയർഡ് ടു ഓപ്പറേറ്റ് ഇറ്റ് വൺസ്. ഈ ഇവൻറ്റ്സുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന നിശ്ചിത സമയവുമാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ഒരു നിശ്ചിത പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റിട്ട് ആ നിശ്ചിത പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റ് കിട്ടുമ്പോൾ ക്യാഷ് റിസീവബിൾസ്, ആ ക്യാഷ് റിസീവബിൾസ് ഉപയോഗിച്ച് വീണ്ടും നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ഇപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് മുതൽക്ക് ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ നിർമ്മാണം നടപ്പിലാക്കി ആ നിർമ്മിച്ച പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ് കഴിഞ്ഞ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ലഭ്യമാകുന്ന ക്യാഷ്, അത്രയും ടൈം പീരീഡാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ടൈം റിക്വയർഡ് ടു ഓപ്പറേറ്റ് ഇറ്റ് വൺസ്. ഇത്തരത്തിലുള്ള ഒരു പീരീഡാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആഡിങ് ദ അക്കൗണ്ട് റിസീവബിൾ ഡേയ്സ് ടു ദ ഇൻവെൻ്ററി കൺവേർഷൻ പീരിയഡ്. അതായത് അക്കൗണ്ട്സ് റിസീവബിൾ ഡേയ്സ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽസ് നടപ്പിലാക്കുന്ന സമയത്ത് കിട്ടുന്ന അക്കൗണ്ട്സ് റിസീവബിൾസ് അതിൻ്റെ കൂടെ ഇൻവെൻ്ററി കൺവേർഷൻ പീരീഡ്, ഇൻവെൻ്ററിയെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പീരീഡ്, അതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും. ഇപ്പോൾ ഇൻവെൻ്ററി കൺവേർഷൻ പീരീഡ് പ്ലസ് റിസീവബിൾ കളക്ഷൻ പീരീഡാണ് എന്ത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ കൈവശമുള്ള അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പീരീഡ്, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാഷ്. അപ്പോൾ ഇൻവെൻ്ററി കൺവേർഷൻ പീരീഡ് പ്ലസ് റിസീവബിൾസ്, ആ ഫിനിഷ്ഡ് ഗുഡ്സ്, അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് നിർമ്മാണം നടപ്പിലാക്കിയിട്ട് ആ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്നും നമുക്ക് ക്യാഷ് റിസീവബിൾസ് ആയിട്ട് വരുന്ന കളക്ഷൻ പീരീഡ്, അതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ഇൻവെൻ്ററി കൺവേർഷൻ പീരീഡ് പ്ലസ് റിസീവബിൾ കളക്ഷൻ പീരീഡ്. ഇൻവെൻ്ററി കൺവേർഷൻ പീരീഡിൻ്റെ കൂടെ റിസീവബിൾ കളക്ഷൻ പീരീഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്
ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാഷ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. ക്യാഷ് സൈക്കിൾ ഈസ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് ലെസ് ദാൻ ദ ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ്. അതായത് ഓപ്പറേറ്റിംഗ് സൈക്കിൾസിൽ നിന്നും ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ റിസീവിങ് ആൻഡ് പേയിങ് ഫോർ ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി റിസീവ് ചെയ്യുന്നതും ഇൻവെൻറ്ററി പേ ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ടൈമിനെയാണ് ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ റിസീവിങ് ആൻഡ് പേയിങ് ഫോർ ഇൻവെൻറ്ററി. ഇൻവെൻറ്ററിക്ക് വേണ്ടിയിട്ട് പണം പേ ചെയ്യുന്നതും ഇൻവെൻറ്ററി റിസീവ് ചെയ്യുന്നതും, അതായത് സ്റ്റോക്കായിട്ട് റിസീവ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള പീരീഡിനെയാണ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നൽകുന്ന പേയ്മെൻറ്റും അതുപോലെ തന്നെ ആ റോ മെറ്റീരിയൽസ് ഇൻവെൻറ്ററി ആയിട്ട് മാറ്റുന്ന സമയത്ത് റിസീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈം പീരിയഡും ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറയുന്നത്. റിസീവിങ് ആൻഡ് പേയിങ് ഫോർ ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി റിസീവ് ചെയ്യാനും ഇൻവെൻറ്ററി പേ ചെയ്യാനും വേണ്ടി വരുന്ന ടൈം പീരിയഡ്. ഇൻ സിമ്പിൾ വേർഡ്സ് ക്യാഷ് സൈക്കിൾ ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ്. ഓപ്പറേറ്റിംഗ് സൈക്കിളിലുള്ള നമ്പർ ഓഫ് ഡേയ്സിൽ നിന്നും ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ വരുന്ന നമ്പർ ഓഫ് ഡേയ്സ് നിന്നും ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ക്യാഷ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ആവറേജ് ഏജ് ഓഫ് ഇൻവെൻറ്ററി പ്ലസ് ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ മൈനസ് ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട് പേയബിൾ. ആവറേജ് ഏജ് ഓഫ് ഇൻവെൻറ്ററിയുടെ ആവറേജ് ഏജിൻ്റെ കൂടെ ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട് റിസീവബിളിൻ്റെ ആവറേജ് ഏജ് മൈനസ് ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട് പേയബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ടേമാണ് ക്യാഷ് ടേൺ ഓവർ എന്ന് പറയുന്നത്. എന്താണ് ക്യാഷ് ടേൺ ഓവർ എന്ന് നോക്കാം. ദ ടേം ക്യാഷ് ടേൺ ഓവർ മീൻസ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഇയർ ദ ഫേംസ് ക്യാഷ് ഈസ് ആക്ച്വലി ടേൺഡ് ഓവർ. ഒരു ഫേമിൻ്റെ ക്യാഷ് എത്ര തവണ ടേൺ ഓവർ ചെയ്യും എന്നതിനെയാണ് അതിൻ്റെ ക്യാഷ് ടേൺ ഓവർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ഈച്ച് ഇയർ, ഓരോ വർഷവും ഒരു ഫേമിൻ്റെ ക്യാഷ് ആക്ച്വലി എത്രമാത്രം ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യാഷ് ടേൺ ഓവർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ടേം ക്യാഷ് ടേൺ ഓവർ മീൻസ് നമ്പർ ഓഫ് ടൈം ഈച്ച് ഇയർ, ഒരു വർഷത്തിൽ എത്ര തവണ, നമ്പർ ഓഫ് ടൈംസ് പറഞ്ഞാൽ എത്ര തവണ ഫേംസ് ക്യാഷ് ഈസ് ആക്ച്വലി ടേൺഡ് ഓവർ, ഒരു ഫേമിൻ്റെ ക്യാഷ് ആക്ച്വലി ടേൺഡ് ഓവർ ചെയ്യും അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യപ്പെടും എന്നതിനെയാണ് ക്യാഷ് ടേൺ ഓവർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്യാഷ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് 365, ഒരു ദിവസം അല്ല ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. 365 ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ. 365നെ ക്യാഷ് സൈക്കിൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ടേൺ ഓവർ കിട്ടും. ക്യാഷ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല, അതായത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻവെൻറ്ററി കൺവേർഷൻ പീരിയഡ് പ്ലസ് റിസീവബിൾ കളക്ഷൻ പീരിയഡ്. ക്യാഷ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻവെൻറ്ററി കൺവേർഷൻ പീരിയഡ് പ്ലസ് ആവറേജ് ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ മൈനസ് ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് സൈക്കിൾ കിട്ടും. അപ്പോൾ ക്യാഷ് സൈക്കിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ക്യാഷ് സൈക്കിളിന് ആവറേജ് ഏജ് ഓഫ് ഇൻവെൻറ്ററി പ്ലസ് ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ മൈനസ് ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട് പേയബിൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്യാഷ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാഷ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാൻ 365 ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ ചെയ്താൽ മതി. 365 ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സോ ദ ക്യാഷ് ടേൺ ഓവർ മീൻസ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഇയർ ദ ഫേംസ് ക്യാഷ് ഈസ് ആക്ച്വലി ടേൺഡ് ഓവർ. ഒരു ഫേമിൻ്റെ ക്യാഷ് ആക്ച്വലി ടേൺ ഓവർ ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസിനെയാണ് ക്യാഷ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ക്യാഷ് ടേൺ ഓവർ ഈസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ. ദ ക്യാഷ് ടേൺ ഓവർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓൺലി ബൈ ഡിക്രീസിങ് ക്യാഷ് സൈക്കിൾ ബിക്കോസ് ന്യൂമറേറ്റർ ഈസ് എ കോൺസ്റ്റൻറ്റ് ഫിഗർ. ക്യാഷ് ടേൺ ഓവർ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യാഷ് സൈക്കിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ക്യാഷ് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുള്ളൂ. ടേൺ ഓവർ ഇൻക്രീസ് ആവണമെങ്കിൽ നോർമലി സൈക്കിൾ എന്നുള്ളത് എന്താവണം, ഡിക്രീസ് ആവണം. എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ഫിഗറാണ്. ന്യൂമറേറ്റർ കോൺസ്റ്റൻറ്റ് ഫിഗർ ആയതുകൊണ്ട് തന്നെ ക്യാഷ് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാത്രമാണ്, ക്യാഷ് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്യാഷ് സൈക്കിൾ എന്നുള്ളത് ഡിക്രീസ് ചെയ്യണം. ഇഫ് ക്യാഷ് സൈക്കിൾ ഈസ് ഡിക്രീസ്ഡ് ഓട്ടോമാറ്റിക്കലി ദ ക്യാഷ് ടേൺ ഓവർ ഈസ് ഇൻക്രീസ്ഡ്. അതാണ് ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ക്യാഷ് സൈക്കിൾ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യും. തിരിച്ചാണെങ്കിലോ ക്യാഷ് സൈക്കിൾ ഇൻക്രീസ് ചെയ്താൽ ക്യാഷ് ടേൺ ഓവർ ഡിക്രീസിങ്ങും ചെയ്യും. നെക്സ്റ്റ് ഒരു ടേമാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് നോക്കാം.
Cash forecasting is essential to prepare cash budget. It deals with the estimation of cash flows at different stages and offers the management an advance notice to take appropriate and timely action. In short, cash forecasting is the process of predicting the future cash flows. Term cash forecast refers to summary of expected cash inflows and outflows over a period of time. സോ ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രിപ്പയർ ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം വേണ്ട ഒന്നാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജുകളിലുള്ള ക്യാഷ് ഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്യുകയും ആൻഡ് ഓഫേഴ്സ് ദ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്വാൻസ് നോട്ടീസ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആൻഡ് ടൈംലി ആക്ഷൻ എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിന് അഡ്വാൻസ് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ക്യാഷ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ക്യാഷ് ഫോർകാസ്റ്റിംഗ് മീൻസ് എന്താണ്? ഫ്യൂച്ചർ ഓറിയൻറ്റഡ് പ്രോസസ്. ഫോർകാസ്റ്റിംഗ് ഈസ് ദ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് പ്രോസസ്. സോ വി വാണ്ട് ടു അനലൈസ് ദ ഫ്യൂച്ചർ എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോസ് ഓർ എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോസ്. സോ ഇൻ cash forecasting, first of all we analyze or estimate the future amount of cash flows and at different stages and offers the management an advance notice to take appropriate and timely action. This helps the management to take an advance notice to appropriate and timely action. In short, cash forecasting is the process of predicting the future cash flows ne predicting ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ അളവിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ ടേം ക്യാഷ് ഫോർകാസ്റ്റ് റെഫേഴ്സ് ടു എ സമ്മറി ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ഉണ്ടാകാവുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും സമ്മറിയാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. The term cash forecasting is the summary of cash inflows and outflows over a period of time. ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ഉണ്ടാകാവുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും സമ്മറിയാണ് ക്യാഷ് ഫോർകാസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്, ഒരു ഫ്യൂച്ചർ പീരിയഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും സമ്മറിയാണ് ഫോർകാസ്റ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ടേമാണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. എന്താണ് ക്യാഷ് ബജറ്റ് എന്ന് നോക്കാം. Cash budget is the device to plan for and control the use of cash. It is a statement showing estimated cash inflows and outflows over the budgeted period. Cash budget is a cash map showing the amount and timing of cash receipts and cash payments on daily, weekly or monthly basis. Thus, it shows the periodical cash position. It is also called financial budget or the ways and means budget. ക്യാഷ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിവൈസ് ടു പ്ലാൻ ഫോർ ആൻഡ് കൺട്രോൾ ദ യൂസ് ഓഫ് ക്യാഷിൻ്റെ ഉപയോഗത്തിനെ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ക്യാഷ് ബജറ്റ്. ബജറ്റ് ഈസ് എ ഡിവൈസ് ടു പ്ലാൻ ആൻഡ് യൂസ് ആൻഡ് കൺട്രോൾ ദ ക്യാഷിനെ കൺട്രോൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഷോയിങ് ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓവർ ദ ബജറ്റഡ് പീരിയഡ്. ബജറ്റ് പീരിയഡിലുള്ള എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. സോ ക്യാഷ് ബജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഓവർ ദ ബജറ്റഡ് പീരിയഡ്. ബജറ്റഡ് പീരിയഡിലുള്ള ക്യാഷ് ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ബജറ്റ് ഈസ് എ ക്യാഷ് മാപ്പ് ഷോയിങ് ദ എമൗണ്ട് ആൻഡ് ടൈമിംഗ് ഓഫ് ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. അതായത് ക്യാഷിൻ്റെ റെസിപ്റ്റ്സുകളും ക്യാഷിൻ്റെ പേയ്മെൻറ്റ്സുകളും ഡെയിലി, വീക്ക്ലി ഓർ മന്ത്ലി ബേസിസിൽ കാണിക്കുന്ന ഒരു ക്യാഷ് മാപ്പാണ് ക്യാഷ് ബജറ്റ്. ക്യാഷ് ബജറ്റ് ഈസ് എ ക്യാഷ് മാപ്പ് ഷോയിങ് ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ക്യാഷ് ഓൺ ഡെയിലി, വീക്ക്ലി ഓർ മന്ത്ലി ബേസിസ്. ഡെയിലി ഉള്ളതും വീക്ക്ലി ആയിട്ടുള്ളതും മന്ത്ലി ബേസിസിലുമുള്ള ക്യാഷിൻ്റെ റെസിപ്റ്റ് കാണിക്കപ്പെടുന്ന ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് പിക്ചറാണ് ക്യാഷ് ബജറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഷോസ് ദ പീരിയോഡിക്കൽ ക്യാഷ് പൊസിഷനാണ് ക്യാഷ് ബജറ്റ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഫിനാൻഷ്യൽ ബജറ്റ് ഓർ ദ വെയ്സ് ആൻഡ് മീൻസ് ബജറ്റ്. ഇതിനെ നമുക്ക് ഫിനാൻഷ്യൽ ബജറ്റ് എന്നും വെയ്സ് ആൻഡ് മീൻസ് ബജറ്റ് എന്നും സൂചിപ്പിക്കാം. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. എന്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, പിന്നെ ക്യാഷ് സൈക്കിൾ, ക്യാഷ് ടേൺ ഓവർ, ക്യാഷ് ഫോർകാസ്റ്റിംഗ്, ക്യാഷ് ബജറ്റിംഗ്. ഈ 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ക്യാഷ് കൺവേർഷൻ സൈക്കിള്, ഓപ്പറേറ്റിംഗ് സൈക്കിള്, ക്യാഷ് സൈക്കിള്, ക്യാഷ് ടേൺ ഓവർ, ക്യാഷ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ക്യാഷ് ബജറ്റ്. ഇത്രയും ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഇനി വരുന്നുണ്ട്.
അതുപോലെ തന്നെ ക്യാഷ് ഫോർകാസ്റ്റിങ്ങും ക്യാഷ് ബജറ്റിൻ്റെയും വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ക്യാഷ് ഫോർകാസ്റ്റിങ്ങും വരുന്നുണ്ട്. അതുപോലെ ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.